ജഗദ്ഗുരു ആദി ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി. അത് കൊള്ളാം. താടിക്ക് എന്നേക്കാൾ കൂടുതൽ നീളമുണ്ട്. മുഴുവൻ കാവ്യ. കണ്ടാൽ അറിയാം ശുദ്ധ കള്ളനാണെന്ന്. ഞാൻ പറഞ്ഞേച്ചേക്കട്ടെ. ഇന്ന് നമുക്കൊരു നല്ല ദിവസമാണല്ലോ ഗോപാല. അച്ഛനും ആദി ബ്രഹ്മാനന്ദ സ്വാമിയും കൂടി ഇന്ന് നമ്മളെ സ്വർഗത്തിലേക്ക് അയക്കുന്ന മട്ടാണല്ലോ. അത്തെ, നിങ്ങൾക്ക് കുർബാന കൊള്ളുന്നതിലാണോ ഹടയോഗത്തിലാണോ വിശ്വാസം? കറുപ്പ് തിന്നുന്നതിലാണ്. ഗോപാല, എന്തോ? നിനക്കോ? ഏതാണ് കൊച്ചമ്മ എളുപ്പം? ജീവിച്ചു മരിക്കുന്നതിൽ. എന്നാ നമുക്ക് മരിക്കാൻ കൊച്ചമ്മ. നാണക്കേട് പറയുന്നോ? നിങ്ങൾ രണ്ടുപേരും കൂടി അദ്ദേഹത്തെ ഇവിടെ വിളിച്ചിരുന്നു. ഞാനിപ്പോ വരാം. നോക്കി നിൽക്കാതെ തള്ളേ, കാലിൽ വീണ് കിടന്ന് നമസ്കരിക്കും. അങ്ങനെയെങ്കിൽ ഈ മഹാഭാവം കുറെ ഒന്ന് ഒഴിഞ്ഞു പോട്ടെ. ജഗദ്ഗുരു മഹാരാജ്. അയ്യോ, എണീക്കാൻ പാടില്ല സ്വാമി. നടു അപാകതയിൽ കിടക്കുക. സ്വാമി, ഞങ്ങളെ രണ്ടുപേരും മനസ്സറിഞ്ഞൊന്ന് അനുഗ്രഹിച്ച. സ്വാമിക്ക് കുടിക്കാൻ ചായയോ കാപ്പിയോ? സന്തോഷം. സന്തോഷം മാത്രം പോരല്ലോ, അകത്തോട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടേ? ഞാൻ ചായയോ കാപ്പിയോ കഴിക്കാറില്ല. നിർബന്ധമാണെങ്കിൽ ഒരു തുടം ആട്ടിൻ പാൽ കഴിക്കാം. ഓ, ആ ടിൻപാൽ. അതെ, സ്വദേശം. ഇപ്പൊ ഇവിടുത്തെ മാനേജരാ. സാത്വിക പ്രകൃതിയാണ്. അയ്യോ, ശുദ്ധ സാത്വികമല്ലയോ? 15 വയസ്സിൽ സാത്വികം തുടങ്ങിയെന്നാ ഐതിഹ്യം. അങ്ങനെയുള്ളവർക്ക് ഈശ്വര സാക്ഷാത്കാരം വളരെ എളുപ്പമാണ്. അയ്യോ, ഇപ്പൊ തന്നെ ആ ലെവലെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് സ്വാമി. ഇനി സ്വാമിയുടെ ഒരു ചെറിയ സഹായം കൂടി മതി. സ്വാമി ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ എനിക്കൊരു ചെറിയ ഉപദേശം തരണം. അതിന് സമയമായോ? ഒരു പരുവത്തിലായിട്ടുണ്ട് സ്വാമി. ഗ്രഹനായ എന്ത് ചെയ്യുന്നു? കൊച്ചമ്മ ഗീതാപാരായണത്തിലോ അതീന്ദ്രിയ ധ്യാനത്തിലോ ആയിരിക്കും സ്വാമി. എന്ത് അതീന്ദ്രിയ ധ്യാനമോ? അതെ സ്വാമി. എന്റെ അറിവിൽ കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട് ദിവസവും കുറഞ്ഞത് ഒരു 5 പ്രാവശ്യമെങ്കിലും കൊച്ചമ്മ സമാധിയിൽ മുഴുകും. എത്ര സമയമെടുക്കും? അത് പല തരത്തിലാണ് സ്വാമി. എങ്കിലും ഉദ്ദേശം എത്ര വരും? അത് ഉപാസന മൂർത്തികളുടെ ശക്തി പോലിരിക്കും. അപ്പോൾ നിങ്ങളോ? ഞങ്ങൾ പുറത്തിരിക്കും. ഞാനൊരു പുണ്യക്ഷേത്രത്തിലാണല്ലോ വന്നിരിക്കുന്നത്. സംശയമുണ്ടോ? ദാ കണ്ടില്ലേ, ബുദ്ധനും ക്രിസ്തുവും മഹാത്മാഗാന്ധിയുമെല്ലാം ഇവരെല്ലാം സാക്ഷി നിർത്തിയിട്ടേ കൊച്ചമ്മ എന്തും ചെയ്യും. സ്വാമിജി. ബഹുത്ത് അച്ഛ. അമുലായിരുന്നു, അത് ആട്ടുംപാലാക്കിയതാണ്. അമുലും ടിൻപാലും കൂടി ചേർത്ത് എന്ത് പാലുണ്ടാക്കാനും അത്തയ്ക്കറിയാം. അത്തയ്ക്ക് ഒരു തകിട് എഴുതി കിട്ടിയാ കൊള്ളാം. എന്താ സുഖക്കേട്? വിശേഷിച്ച് സൂക്കേടൊന്നുമില്ല. രാത്രിയിൽ എഴുന്നേറ്റ് നടക്കും. പല്ലുകടി, ചവ, പിന്നെ കിടന്നു. ശരി, അതിന് വേണ്ട ചെലവ് എന്താണെന്ന് വെച്ചാ ചെയ്യാം. നമസ്തേ. നമസ്തേ. എനിക്ക് മനസ്സിലായില്ല. ഇരിക്കണം. എന്റെ പേര് കാപാലിക എന്നാണ്. ഓഹോ. സ്വാമികൾ എവിടെ നിന്ന് വരുന്നു? ബദരീനാഥത്ത് നിന്ന്. ലോകമൊട്ടാകെ ഞാൻ ചുറ്റി സഞ്ചരിക്കുകയാണ്. കാൽനടയായിട്ടോ അതോ? അധികവും പ്ലെയിനിലാണ്. അവിടത്തെ ജന്മസ്ഥലം ഏതാണാവോ? ഞാൻ ജനിച്ചു. പിന്നെ? ഞാൻ ജനിച്ചിട്ടില്ല. എന്നും ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടായിരിക്കും. അങ്ങനെയാണോ? അപ്പോൾ ഈ യാത്രയുടെ ഉദ്ദേശം? അദ്വൈത സിദ്ധാന്ത പ്രചരണം. ഇപ്പോൾ തന്നെ ലോകമൊട്ടാകെ 17,000-ൽ പരം ശിഷ്യന്മാർ എനിക്കുണ്ട്. സ്വാമിജി, എന്റെ ലക്ഷ്യവും ഏറെക്കുറെ അതുതന്നെയാണ്. കുന്തിദേവിയും പാഞ്ചാലിയും നിർത്തിയിടത്താണ് ഞാനും ആരംഭിച്ചിരിക്കുന്നത്. എനിക്ക്
14,000-ൽ പരം ശിഷ്യന്മാരുണ്ട്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. പറയാം. സ്വാമിജി ഏത് യോഗചര്യയാണ് സ്വീകരിച്ചിരിക്കുന്നത്? ജ്ഞാനയോഗം. ഞാൻ കർമ്മയോഗം. കർമ്മയോഗമോ? കൊള്ളാം. അതിൽ ഏത് മാർഗമാണ് സ്വീകരിച്ചിരിക്കുന്നത്? സനാതന സംയോഗം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വിഭചാരം. വ്യഭിചാരം? അതെ. ശാന്തം പാപം. എന്താ ഗുരുജി, നമ്മുടെ യോഗത്തിന് തമ്മിൽ എന്താണ് വ്യത്യാസം? സ്വാമിജി ഇപ്പോൾ ഇരിക്കുന്നത് ബോംബെയിലെ ഏറ്റവും മഹത്തായ വിഭചാരശാലയിലാണ്. എന്ത്? വ്യഭിചാരശാലയോ? ഇതോ? ഇത് തന്നെ. ഞാൻ വിചാരിച്ചത് ഇത് ഗൃഹസ്ഥാശ്രമിയായ ഒരു കുലസ്ത്രീയുടെ ആശ്രമമാണെന്നാണ്. അച്ഛനും മകനും ഗുരുവും ശിഷ്യനും ഇവിടെ വന്നിട്ടുണ്ട്. എന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ, പ്രപഞ്ച രഹസ്യം പഠിക്കാൻ. എന്നിട്ട് പഠിച്ചോ? എന്തു പറ്റി? ബുദ്ധനും ക്രിസ്തുവും മഹാത്മാഗാന്ധിയും ധർമ്മോപദേശം ചെയ്ത ഈ ലോകത്തിൽ നിങ്ങളും ജീവിക്കുന്നല്ലോ. നിങ്ങൾ എന്നെ നിന്ദിക്കുന്നു. ചേച്ചേ, വർണ്ണിക്കുന്നു. നിങ്ങളെ പോലുള്ളവർക്ക് ബ്രഹ്മതേജസ്സിനെ പറ്റി മനസ്സിലാകുകയില്ല. അവിടുത്തെ തേജസ്സിനെ പറ്റി എന്നെ പോലെ മനസ്സിലാക്കിയ ഒരാൾ ഈ ലോകത്ത് ആരുമില്ല. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? ബദരീനാഥത്തിലെ അദ്വൈത വിദ്യാപീഠത്തിന്റെ അധിപതിയായ ജഗദ്ഗുരു ആദി ബ്രഹ്മാനന്ദ ഭാരതി എന്ന യോഗീശ്വരനാണ്. ഞാൻ സൊസൈറ്റി എന്ന ക്രിമിനൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന ആത്മവിദ്യയിൽ ഡോക്ടറേറ്റ് എടുത്ത റോസമ്മ എന്ന കാബാലികയാണ്. റോസമ്മ? കാബാലിക? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാകുന്നില്ലേ? ഇല്ല. എന്നാൽ മനസ്സിലാക്കാം. വേണ്ട, നാം പോകുന്നു. അയ്യോ, സ്വാമിജി പോവുകയാണോ? നാം എന്തിനിരിക്കണം? എന്റെ ഭിക്ഷ സ്വീകരിക്കാൻ. സ്വാമിജിക്ക് ചെക്കാണോ ക്യാഷാണോ സൗകര്യം? ക്യാഷ്. ശംഭോ മഹാദേവ, നമുക്ക് പോകാൻ ധൃതിയുണ്ട്. അത്താ, 27,000 രൂപ ക്യാഷ്. ഞാൻ സംഭാവന ചെയ്യുകയാണ്. ഞാൻ പോകുന്നു. എന്റെ ഭിക്ഷ സ്വീകരിക്കാതെയോ? ഒരു വേശ്യയുടെ അവിശുദ്ധ ഭിക്ഷ എനിക്ക് ആവശ്യമില്ല. സ്വാമിജി എന്റെ ഭിക്ഷ സ്വീകരിച്ചിട്ടേ ഇവിടുന്ന് പോകൂ. ഗോപാല, വാതിലടയ്ക്കോ. നിങ്ങൾക്ക് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. എന്നെ പോലെ നിങ്ങളെ മനസ്സിലാക്കിയവരാരുമില്ല. നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അല്പം പരിചയം പുതുക്കാനും പഴയ ചില കടങ്ങൾ വീട്ടാനും പോകുകയാണ്. ആദി ബ്രഹ്മാനന്ദ സ്വാമിയായ അവിടത്തെ ആദ്യത്തെ പേർ അന്തോണി എന്നല്ലായിരുന്നു. അസംബന്ധം സംസാരിക്കരുത്. ഗോപാല, ആ ബാർബറിങ് വിളിക്കൂ. എന്തിന്? ഈ ജടാമകുടങ്ങളൊക്കെ ഒന്ന് ചെരച്ചു മാറ്റി അതിനകത്തിരിക്കുന്ന അന്തോണിയെ പുറത്തെടുക്കാൻ. നിങ്ങൾ ആരാ? ആരാണെന്ന് തോന്നുന്നു? റോസമ്മ. അത് തന്നെ, മുൻപ് പറഞ്ഞ റോസമ്മ. വേണ്ട, ഞാൻ പോകുന്നു. ഇല്ല, എന്റെ ഗുരുദക്ഷിണ സ്വീകരിച്ചിട്ടേ സ്വാമികൾ ഇവിടുന്ന് പോകൂ. ഗോപാല, ആ തെരണ്ടി വാലിങ്ങെടുത്തേ. റോസാമ്മ. ഓ, ഉൾക്കൺ തെളിഞ്ഞ് ആത്മജ്ഞാനം വരുന്നു അല്ലേ? എന്നെ അവമാനിക്കരുത്. ഇല്ല, ആദരിക്കാൻ തന്നെ പോവുകയാണ്. പുറം വഴിയടിക്കാൻ ഇനി അവിടെ. അന്നാ ശവക്കോട്ടയിൽ വെച്ച് എന്റെ കയ്യും കാലും അമർത്തി പിടിച്ചുകൊണ്ടായിരുന്നല്ലോ നിന്റെ യോഗാഭ്യാസം. ഇന്ന് അതിൽ കുറെ നിന്നെ ഇവിടെ ഇരുത്തിക്കൊണ്ട് ഞാൻ പരീക്ഷിക്കാൻ പോകുകയാണ്. അണങ്ങിപ്പോവരുത്. തുടങ്ങട്ടെ കൊച്ചമ്മ. എന്താ? സ്വാമികൾക്ക് ഇതുവരെ ജ്ഞാനയോഗവും ഹഠയോഗവും ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അടിയോഗവും ഉണ്ടായി. എന്നെ കയ്യേറ്റം ചെയ്യാൻ ഭാവിക്കുകയാണ്. ഒരിക്കലുമില്ല. ഈ തെരണ്ടിവാലിന്റെ അറ്റം മാത്രമേ കൊള്ളുകയുള്ളൂ. സ്വാമികൾ ധൈര്യമായിട്ടിരിക്കണം. നമ്മുടെ അതിഥികളെ കൂടെ ഒന്ന് വിളിക്കൂ. ഒരു എന്റർടൈൻമെന്റ് ആകട്ടെ. ഒരു കൂതാശ നടത്തുകയാണ് അച്ചോ. നിങ്ങൾ രണ്ടുപേരും ഇരിക്കണം. ഈ ഇരിക്കുന്നതാണ് അന്തോണി എന്ന എന്റെ ആദ്യത്തെ കല്യാണ ചെറുക്കൻ. അച്ഛനോട് ഞാൻ കഥയെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇദ്ദേഹം ജഗദ്ഗുരു ആദി ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി. 12 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. ഇവിടെ ഇപ്പൊ എന്ത് സംഭവിച്ചു? ഏയ്, ഒന്നുമില്ല. ഒരു ചെറിയ കണക്ക് തീർച്ചയായും. ഞാനെന്നാ പൊടിമണ്ണിൽ കിടന്ന് നിന്റെ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞതും ഇതല്ലായിരുന്നു.
അയ്യോ അരുതേ എന്ന്. എന്നിട്ടോ നീ എന്നെ കടിച്ചു കുടയല്ലായിരുന്നോ? കരിമ്പൂച്ച കാട്ടലിയെ കുടയുന്ന മാതിരി. ഇനി അടിക്കും. അടിക്കരുതോ? ശരി, അച്ഛൻ പറയുന്നത് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? അച്ഛോ, എന്നെ രക്ഷിക്കണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷയും അനുഭവിക്കണം. ഞാൻ എല്ലാ തെറ്റുകളും ഏറ്റുപറയാം. എങ്കിൽ ആത്മാവ് രക്ഷപ്പെടും. ദേഹം കൊണ്ട് ചെയ്ത തെറ്റ് കോടതി തീരുമാനിക്കും. മിസ്റ്റർ നായർ ഇറങ്ങിയല്ലേ? താങ്ക് യു വെരി മച്ച്. ഗുഡ് ബൈ. എന്നാൽ ഞാനും ഇറങ്ങുകയാണ്. ഞാനും അതെ. ഈ ജീവിതത്തിൽ നിന്നും മറ്റൊരു ജീവിതത്തിലേക്ക്. ഈ വീടും ഉപകരണങ്ങളും എല്ലാം ഞാൻ വിറ്റുകഴിഞ്ഞു ഒരു ഗുജറാത്തിക്ക്. എന്റെ ലൈബ്രറി ഞാൻ ബോംബെ യൂണിവേഴ്സിറ്റിക്ക് സംഭാവന ചെയ്തു. നാളെ ഞാൻ ഈ നഗരം വിടും. മറ്റൊരു നഗരത്തിലേക്കാണോ? അല്ല, എന്റെ നാട്ടിലേക്ക്. അതാണ് നല്ലത്. പിന്നെ അച്ഛോ, അവസാനമായൊരു വാക്ക്. ഞാൻ മേലാൽ യാതൊരു അധമവും ചെയ്യില്ല. തീർച്ചയാണോ? തീർച്ച. നിനക്ക് നന്നായി വരും. അച്ഛോ, അങ്ങനെയായാൽ ആ പുണ്യവതികളുടെ പട്ടികയിൽ ഞാനും ഉൾപ്പെടുമോ? തീർച്ചയായും. ലോകം അത് അംഗീകരിക്കുമോ? നീ പശ്ചാത്തപിക്കുന്നെങ്കിൽ മറ്റൊന്നും പ്രശ്നമല്ല മകളെ. അച്ഛോ, ഞാൻ ആദ്യം 1000 രൂപയുടെ ചെക്കല്ലേ തന്നത്. ഒരു ചെക്ക് കൂടി അതിനു പുറമേ ഈ പുതിയ കൈകൊണ്ട് എഴുതട്ടെ. ഇഷ്ടം പോലെ. അത്താ, ചെക്ക് ബുക്ക്.